ഹായ് ഫ്രണ്ട്സ്, അനുഷ ഫാബ്രിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രിൻസസ് കട്ടിൻ്റെ ബ്ലൗസാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, തയ്ക്കുന്ന രീതി നമുക്ക് ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് സ്ലീവ് ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ബോർഡർ അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് എങ്ങനെയാണ് അത് റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ സ്ലീവ് ഉണ്ടല്ലോ, സ്ലീവിൻ്റെ ബോഡി പീസ് എടുത്തിട്ട് നല്ല വശം മേലെ ഇട്ടിട്ട് നല്ല വശം നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് ഇടുക. അപ്പം അതിൻ്റെ ഉൾഭാഗത്ത് ലൈനിങ് ഇടണം. പിന്നെ നല്ല വശം ചീത്ത വശം നോക്കുക. അതിനുശേഷം നല്ല വശത്ത് നമ്മൾ ലൈനിങ് ഇടരുത്, ചീത്ത വശത്ത് വേണം ലൈനിങ് ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മളിങ്ങനെ വെച്ചിട്ട് 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. മാർജിൻ കൂട്ടിയും കുറച്ചൊന്നും ചെയ്യരുത്, ഒരേ രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. രണ്ടാമത്തെ പീസും അതേ രീതിയിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ എഡ്ജിൽ നമ്മൾ 2 പീസിനും ഇങ്ങനെ ലൈനിങ് പീസ് ചേർത്തിട്ട് എഡ്ജിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിനെ സ്ലീവിനെ നമ്മൾ 2ആയി ഫോൾഡ് ചെയ്തിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്യണം. സ്ലീവ് ഉണ്ടല്ലോ, ഈ സ്ലീവ് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്യണം. കട്ട് ചെയ്തെടുത്താണ്, ബാക്ക് ഷേപ്പിലൂടെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ ഫ്രണ്ട് ഷേപ്പ് ഒന്ന് ഡിവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ കറക്റ്റ് ലെന്തൊക്കെ 2 സൈഡിലും വെച്ച് ചെക്ക് ചെയ്ത് ഉണ്ടോ, കൂടിയും കുറഞ്ഞൊന്നിരിക്കരുത്, രണ്ടും ഒരേ ലെവലിൽ കട്ട് ചെയ്ത് എടുക്കുക. നമ്മൾ ഇതിൻ്റെ നല്ല വശം 2 പീസിൻ്റെയും കൂടെ ചേർത്ത് പിടിച്ചിട്ട് കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഈ നാച്ച്, സെൻറ്റർ നാച്ച് ഉണ്ടല്ലോ, ഇത് കറക്റ്റായിട്ട് വെക്കണം. കറക്റ്റായിട്ട് വെച്ചിട്ട് ഇവിടുന്ന് 1/4 ഇഞ്ച് 1/2 ഇഞ്ചിനുള്ളിൽ നമ്മളൊരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് ഷേപ്പ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും തമ്മിൽ തിരിഞ്ഞു പോകത്തില്ല, ലൈനിങ് അറ്റാച്ച് ചെയ്ത ശേഷം ഇങ്ങനെ നമ്മൾ റെഡിയാക്കി എടുക്കുക. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ട് ഉണ്ടല്ലോ, ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ് ആണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്.
കണ്ടോ? 2 പാർട്ടിൻ്റെ ലൈനിങ് ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഒപ്പം വെച്ച് അതിൻ്റെ കട്ടിങ് ചെയ്തെടുക്കണം. പിന്നെ കട്ടിങ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഓരോ പാർട്സ് ഉണ്ടല്ലോ, ഈ ഓരോ പാർട്സ് നമ്മൾ ജോയിൻ്റ് ചെയ്ത് ലൈനിങ് ജോയിൻ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. രണ്ട് സൈഡിലും ഓരോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഓപ്പോസിറ്റ് സൈഡ് തിരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സ്ട്രാ ഉള്ള ലൈനിങ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. നമ്മൾ ഈ പീസ് രണ്ടും ഇവിടെ കട്ട് ചെയ്ത് ജോയിൻ ചെയ്തിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ പീസ് ഉണ്ടല്ലോ, സെൻറ്റർ പീസിലേക്ക് ഇതിൻ്റെ ലൈനിങ് ഇട്ട് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. രണ്ട് സൈഡിലും അതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കണം. ലൈനിങ് ഫ്ലാറ്റായി ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ പ്രിൻസസ് കട്ടിങ്ങിൻ്റെ ലൈനിങ് അറ്റാച്ചിങ് ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ ഉണ്ടല്ലോ, ഈ സൈഡ് പീസിനെ ഇതിലിട്ട് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ട് പാർട്സ് നമ്മൾക്ക് റെഡിയായി കഴിയും. റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസിൻ്റെ ഷേപ്പോട് ചേർത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അതായത് കൈക്കുഴിയുടെ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. പതിയെ പതിയെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കണം. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിന് നന്നായി ഫിനിഷിങ് കൊടുക്കണം. പിന്നെ നമ്മൾ സ്റ്റിച്ചിങ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ നേരെ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ആദ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ
ഇതിൻ്റെ ത്രെഡോ പീസോ ഒന്നും കുരുങ്ങാതെ നോക്കണം. കാരണം ത്രെഡും പീസും കുരുങ്ങി കഴിഞ്ഞാൽ അവിടെ ഒരു ഭംഗി ഉണ്ടായിരിക്കില്ല കാണാനായിട്ട്. അപ്പം നമുക്കത് സ്റ്റിച്ചിങ്ങിന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മൾ ആ പീസിനെ എടുത്ത് ത്രെഡാണെങ്കിലും പീസുകൾ കുരുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി ഒരു സ്റ്റിച്ച് അഴിച്ചു കൊടുത്താൽ മതി, അതും പോരും. അപ്പോൾ അതിൻ്റെ മേലെ ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ അത് ഓപ്പണായി പോകും പിന്നെ. അതുകൊണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ പ്രിൻസസ് കട്ടിങ്ങിൻ്റെ ഷേപ്പ് കൊടുക്കുന്ന പീസാണ് ഇത്. വൺ സൈഡ് ഇവിടെ ഒന്ന് വിരൽ കൊണ്ടിങ്ങനെ ഗീച്ചി കൊടുക്കുക, കണ്ടോ? അതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡ് വെച്ചിട്ട് ഇപ്പോൾ അടിച്ചല്ലോ അതേപോലെ നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ താഴെ നിന്ന് അടിച്ചാലും കുഴപ്പമില്ല, നമുക്ക് ഏത് രീതിയിലാണ് അടിച്ചെടുക്കാൻ എളുപ്പം അതുപോലെ നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റും. പീസ് വരുമ്പോൾ ഒപ്പം ഉണ്ടായിരിക്കണം, പതുക്കെ പതുക്കെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. റിങ്കിൾസ് വരാൻ പാടില്ല. രണ്ട് പീസ് ഒരേ ലെവലിൽ വെച്ചിട്ട് ഒരേ മാർജിനിൽ വേണം തയ്ച്ചു കൊടുക്കാനായിട്ട്. രണ്ട് പീസ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട് പ്രിൻസസ് കട്ടിൻ്റെ ഫ്രണ്ട് പാർട്ട് നമ്മളിവിടെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ ഇങ്ങനെയാണ് വരിക, അല്ലേ? കാണാമല്ലോ, ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്കിത് ലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലോക്ക് ഉണ്ടെങ്കിൽ ലോക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സിക്സാഗ് മെഷീനിലാണെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ ബോട്ടം നമ്മളൊന്ന് അടിച്ചു കൊടുക്കണം. നമ്മുടെ ഇറക്കം പറഞ്ഞിരിക്കുന്നത് 14 ഇഞ്ചാണ്. 14 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഒരു 2 പോയിന്റ് കൂടെ താത്തി നമ്മളിവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്ത ശേഷം നമുക്കിപ്പോൾ ബാക്കിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, ബാക്കിൻ്റെ ഫുൾ ലെങ്ത് വെച്ചിട്ട് നമുക്ക് എത്ര വേണമെന്ന് നോക്കി ചെക്ക് ചെയ്യാം. 14 ഇഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഇത് 15 ഇഞ്ചുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് കുറയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസിനെ കുറച്ച് കട്ട് ചെയ്ത് മാറ്റുക. അധികം ഉണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഈ മാർക്കുണ്ടല്ലോ, ഈ മാർക്കിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ വെച്ചിവിടെ ഫോൾഡ് ചെയ്തിട്ട് അതിനെ സ്റ്റിച്ച് ചെയ്യുക. വലിയ സ്റ്റിച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് ഹെമ്മിങ് ചെയ്തിട്ട് വേണമെങ്കിൽ അഴിക്കാൻ സാധിക്കും. നമുക്ക് സ്റ്റിച്ച് ഏത് സ്റ്റിച്ചിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്, കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് അഴിക്കുന്നുണ്ട്, അതുകൊണ്ട് വലിയ സ്റ്റിച്ചിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. 14 ഇഞ്ച് മതി, അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ലെന്ത് കൂടുതലുള്ളത് കൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്.
അപ്പം നമ്മുടെ ഫ്രണ്ട് ബാക്കും ഇവിടെ ഒന്നിച്ച് വെച്ച ശേഷം അതിൻ്റെ ലെന്തുകൾ തമ്മിൽ ഒന്നിച്ച് ഒരേ ലെവൽ ചെയ്യണം. 14 ഇഞ്ച് 14.5 ഇഞ്ച് മതി നമുക്ക് ഫുൾ ലെന്ത്. നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ച ശേഷം അതിനെ മാർക്ക് ചെയ്യണം. അങ്ങനെ അടിച്ച് ലൈനിങ് അറ്റാച്ച് ചെയ്ത ശേഷം നമ്മൾ ലെന്തൊക്കെ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം കൂടുതലും കുറയൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. എപ്പോഴും കുറച്ച് കൂടുതൽ എടുത്താൽ തന്നെ നമ്മൾ പിന്നെ അതിനെ ലെവൽ ചെയ്ത് എടുക്കണം. അപ്പോൾ ഇവിടെ ഫ്രണ്ടാണ് ചെറുതായിട്ട് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്. ഫ്രണ്ട് കറക്റ്റ് 14.5 ഉണ്ട്, അത് മതിയാവും. അപ്പോൾ നമ്മുടെ കൈക്കുഴി ഉണ്ടല്ലോ, കൈക്കുഴി എത്ര നമ്മൾ പറഞ്ഞ 5.5 അല്ലേ പറഞ്ഞിരിക്കുന്നത്. 5.5 കറക്റ്റായിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യണം. ഇവിടുന്ന് 1 ഇഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ 1 ഇഞ്ചിലൂടെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ? അപ്പോൾ നമുക്കിവിടെ ഇത് കുറഞ്ഞിട്ടുണ്ട്, ചെസ്റ്റിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. ചെസ്റ്റ് ഇവിടെ ലോക്ക് ചെയ്ത് ഇതെല്ലാം വന്നപ്പം ജോയിൻ്റ് ഒക്കെ വന്നപ്പോൾ ഇവിടെ കണ്ടോ കുറവ് വന്നിട്ടുണ്ട്. ബാക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ എത്രയാണ് വരുന്നത്? 9 ഇഞ്ചല്ലേ നമ്മൾ പറഞ്ഞത്. 9 ഇഞ്ച് ഉണ്ടോ എന്ന് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ 9 ഇഞ്ച് വന്നിട്ടില്ല, 8.15 വന്നിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇവിടുന്ന് കറക്റ്റായിട്ട് 2 പീസും ചേർത്തിട്ട് 9 ഇഞ്ചിലൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നാച്ചടിക്കുക. ഇവിടെ ഒരു നാച്ചടിക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ നെക്ക് റെഡിയാക്കണം. ഇനി നെക്ക് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാൻവാസ് എടുക്കുക. ക്യാൻവാസ് എടുത്തിട്ട് അതിന് നമ്മൾ ബാക്ക് നെക്കും റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ബാക്കും ഫ്രണ്ടും ക്യാൻവാസ് തന്നെയാണ് റെഡിയാക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ 1/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. 1/4 ഇഞ്ചല്ല, 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഫ്രണ്ടിൻ്റെ നെക്ക് ഡീപ്പ് എത്രയാണെന്ന് നോക്കണം. ഫ്രണ്ടിൻ്റെ നെക്ക് ഡീപ്പ് വരുന്നത് 6.25 അപ്പോൾ 6.25 ആകുമ്പോൾ ഇവിടുന്ന് നമ്മൾ നെക്ക് വന്നിട്ട് ഒരു 6.5 റെഡി കിട്ടണമല്ലോ. അപ്പോൾ നമ്മളൊരു 6.5 ഇവിടെ മാർക്ക് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ തയ്യൽ തുമ്പും ഇതെല്ലാം കട്ടായി കഴിയുമ്പോൾ നമുക്ക് കറക്റ്റുള്ള ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു 3.5 ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഷേപ്പ് ആയതുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേ മാർക്കുണ്ടല്ലോ, ഈ മാർക്കിൽ കൂടെ തന്നെ നമ്മൾ ക്യാൻവാസിനെ കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഇതിൽ തന്നെ നെക്ക് ക്യാൻവാസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിന് വേണ്ടിയിട്ട് സെയിം നമ്മൾ ഇതേപോലെ തന്നെ ഇവിടെ മാർക്ക് ചെയ്യുക. 2.25 ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ബാക്ക് നെക്ക് ഡീപ്പ് എത്രയാണെന്ന് നോക്കുക. 10.5 ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 10.5 ആകുമ്പോൾ നമ്മൾ ഇവിടെ ഒരു കറക്റ്റ് 10-10.75 അടുത്ത് മാർക്ക് ചെയ്യുക.
മാർക്ക് ചെയ്തിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന വി നെക്ക് ഷേപ്പാണ് കേട്ടോ. വി നെക്കാണ് പറഞ്ഞിരിക്കുന്നത് ഷേപ്പ്. അപ്പം നമ്മൾ ഇവിടുന്ന് 2.25 കൊടുത്തല്ലോ, അവിടെ നമ്മൾ വി ഷേപ്പിൽ ഇങ്ങനെ വരച്ച് ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവരണം. വി ഷേപ്പിൽ കുറച്ചിവിടെ ഒരു റൗണ്ട് ഷേപ്പ് വരണം, അല്ലെങ്കിൽ ഇവിടെ കാജാ ബട്ടണൊക്കെ വരുമ്പോൾ പിന്നെ അത് വല്ലാണ്ട് അടഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയൊരു റൗണ്ട് ഷേപ്പ് ഇവിടെ നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ വി ഷേപ്പ്, പക്ക വി അല്ല, പക്ക വി ആകുമ്പോൾ വല്ലാണ്ട് ക്ലോസ് ആയി പോകും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ എടുത്തു കഴിഞ്ഞാൽ അത് നല്ല ക്യൂട്ടായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ അത് വൃത്തിയായിട്ട് വന്നോളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള നെക്ക് നിങ്ങൾ തയ്ച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ തയ്ച്ച് നോക്കുക കേട്ടോ. നന്നായി വരും, നല്ല വൃത്തിയായിട്ട്. നെക്ക് ചെറിയ വണ്ണമില്ലാത്ത കുട്ടികൾക്കൊക്കെ ബ്ലൗസ് തയ്ക്കുമ്പോൾ ഇങ്ങനത്തെ നെക്കുകൾ യൂസ് ചെയ്താൽ നന്നായിട്ട് നല്ല ഫിനിഷിങ് കൊടുക്കും. ഞാൻ എപ്പോഴും തയ്ക്കാറുള്ള ഒരു നെക്കാണിത്. അവർക്ക് നല്ലോണം സെറ്റായ ഒരു നെക്കാണ്. അതുകൊണ്ട് എപ്പോഴും തന്നെ അവർ ഈ നെക്കാണ് തയ്ക്കാനായിട്ട് എന്നോട് ആവശ്യപ്പെടാറ്. അപ്പോൾ ഇഷ്ടം ഓരോരുത്തരുടെ ബോഡി ഷേപ്പ് അനുസരിച്ചാണ് നമ്മൾ നെക്കുകൾ സെലക്ട് ചെയ്യുക. നമ്മൾ ഈ പീസ് ഉണ്ടല്ലോ, ഈ സെൻറ്റർ പീസിൽ ഇതിവിടെ നാച്ചിട്ടിട്ട് അതിൻ്റെ സെൻറ്റർ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ കുറച്ച് ലെന്ത് കുറവ് വരുന്നുണ്ട്. കറക്റ്റ് 10.5 ഇവിടെ കിട്ടുന്നത്. കറക്റ്റ് 10.5 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ അടിയിൽ മേലെ ഏതെങ്കിലും ഒരു പീസ് കൊടുത്ത് ജോയിൻറ്റ് ചെയ്ത് അതിനെ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു പീസ് കൊടുത്ത് ജോയിൻറ്റ് ചെയ്യണം, കാരണം ഇത് ലെന്ത് കുറവായതുകൊണ്ട്. ഇവിടെ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ആ പീസിന്. അപ്പോൾ ഈ സെൻറ്റർ നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മളിവിടെ ഈ വി ഉണ്ടല്ലോ ക്യാൻവാസ്, ഈ വി എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ മാറിപ്പോകാതെ കറക്റ്റായിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. ഈ അധികമുള്ള പീസ് കുറച്ചങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കണം. ഒരേ ലെവലിൽ കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്കതിനെ മടക്കി അടിക്കുമ്പോൾ എളുപ്പമാകും. അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ ക്യാൻവാസിനെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് ഈ പീസ് കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ഇതിനെ മടക്കി കൊടുക്കുക. ഈ ലൈനിങ്ങിൻ്റെ പീസെല്ലാം നമ്മൾ കറക്റ്റായിട്ട് മടക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ എക്സ്ട്രാ ഉള്ള പീസിനെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം. അതിനുശേഷം ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ, ഫ്രണ്ട് പീസിനെ അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് അതിനെ നമ്മൾ റെഡിയാക്കി എടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ബാക്ക് പീസിൽ ഇത് വെച്ച് ബാക്ക് പീസിൽ നെക്ക് വെച്ച് ഒന്ന് അടിച്ച് ക്യാൻവാസ്
റെഡിയാക്കിയിട്ടുള്ള പീസ് വെച്ച് അടിക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 1/4 ഇഞ്ച് നമ്മൾ ബോഡിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ ഒരു നാച്ച് അടിച്ച് കൊടുത്തിട്ട് സെൻറ്റർ വെക്കുക. ഇതിൻ്റെ സെൻറ്ററും നെക്കിൻ്റെ സെൻറ്ററും ഇതിൻ്റെ സെൻറ്ററും കൂടെ ഒന്നിച്ച് വെക്കുക. ഇവിടെ വരുമ്പോൾ നമുക്കൊരു 4 ഇഞ്ച് 3.5-4 ഇഞ്ച് ബാക്കിൽ ഓപ്പൺ വരത്തക്ക രീതിയിൽ മതി ഇത് വെക്കാനായിട്ട്. അത് വെച്ച ശേഷം ഇതിന് നമ്മൾ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നെക്കൊക്കെ തയ്ക്കുന്നുണ്ടല്ലോ, ചുരിദാറിനൊക്കെ നെക്ക് തയ്ച്ച പോലെ സെയിം മെത്തേഡാണ്. അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ നാച്ചുണ്ടല്ലോ, ഈ നാച്ച് അടിച്ച് അതേ ഇത് വെച്ചിട്ട് നമ്മൾ ഈ വി ഉണ്ടല്ലോ, വീനെ കറക്റ്റായിട്ട് അത് എങ്ങനെ കട്ട് ചെയ്ത് അതേ ഷേപ്പിൽ തിരിച്ച് എടുക്കണം. നമ്മുടെ വീനൊക്കെ ഇവിടെ തയ്ച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഉള്ളിലുള്ള പീസിനെ കട്ട് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്താണ് ആ ഉള്ളിലെ പീസിനെ മാറ്റിയെടുക്കണം. ഉണ്ടോ? അതിന് ശേഷം ഇവിടെ നമ്മൾ ചെറുതായിട്ട് നാച്ചിട്ട് കൊടുക്കുക. ചെറുതായിട്ട് റൗണ്ട് ഷേപ്പിൽ നാച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് ടേൺ ചെയ്യാം. ടേൺ ചെയ്തിട്ട് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ ഒരു എഡ്ജിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. കറക്റ്റ് എഡ്ജിൽ ഇവിടെ തന്നെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് നെക്ക് വരിക. നമ്മൾ ഇതിനെ ഇവിടെ ഒരു ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കാജാപ്പട്ടിയും ബട്ടൺ പട്ടിയും ചെയ്യണം. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഒക്കെ ചെയ്ത ശേഷം ഹുക്സ് വെക്കും. ഹുക്സ് വെച്ച ശേഷം ഇതിന് ഇവിടെ നമ്മൾ ഇങ്ങനെ 3 ബട്ടൺ കൊടുക്കുന്നുണ്ട്. 3-4 ബട്ടൺ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ ആ ബട്ടൺ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ഭംഗിയായിരിക്കും ബാക്ക് കാണാൻ. ഇത് ബാക്ക് ഓപ്പൺ ആണ് വരുന്നത് കേട്ടോ. ഉണ്ടോ? ഗ്യാപ്പ് അനുസരിച്ച് എത്ര ബട്ടൺ വേണമെന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 ബട്ടണെങ്കിൽ 3 ബട്ടൺ അല്ലെങ്കിൽ 4 ബട്ടൺ കൊടുത്താൽ മതിയാവും. ഓക്കെ, ഇങ്ങനെ ബട്ടൺ കൊടുക്കുക. ഇത് കാജ കൂടെ ചെയ്യണം. ഇനി ഫ്രണ്ടും അതേപോലെ തന്നെ ഡയമണ്ട് ഡിസൈൻ ഇതിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഈ നെക്ക് റെഡിയാക്കിയിട്ട് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് സാധാരണ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബ്ലൗസ് സ്റ്റിച്ചിങ് ഇതുപോലെ മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഇത് പ്രിൻസസ് കട്ട് കാണിക്കാനാണ് ഇത്രയും കാണിച്ചത്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച്, അറിയത്തില്ലാത്തവരും അതുപോലെ തന്നെ പഠിക്കാൻ ആഗ്രഹമുള്ളവരും ശ്രദ്ധിച്ച് വീഡിയോ കാണുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് ക്ഷമയോടെ കാത്തിരുന്ന എല്ലാ വീഡിയോയും നന്നായിട്ട് എല്ലാവരും കാണുന്നുണ്ട്. എനിക്ക് വാച്ച് അവർ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് 7,000 കഴിഞ്ഞു. സബ്സ്ക്രൈബേഴ്സ് അല്ല, വ്യൂസ് 7,000 കഴിഞ്ഞു. 7,200 ആണ് ഇന്ന് എനിക്ക് വ്യൂസ് ഉള്ളത്. അപ്പം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. ഈ 2-3 ആഴ്ച കൊണ്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടിനും സഹകരണത്തിനും ഒരുപാട് നന്ദിയുണ്ട്. മുഴുവൻ വീഡിയോയും നിങ്ങൾ മുഴുവൻ സമയം ഒന്ന് വാച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ സമയമില്ലെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് അറ്റ്ലീസ്റ്റ് വെക്കുമെങ്കിലും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി
പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.